പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ചവരുടെ പേരിലുള്ള കേസുകൾ പിൻവലിക്കുന്നത് സംബന്ധിച്ച നടപടികൾ വേഗത്തിലാക്കി സർക്കാർ. കേസുകൾ പിൻവലിക്കാൻ ഉത്തരവിറക്കി. 835 കേസുകളാണ് ഇതുവരെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത്. കേസുകൾ പിൻവലിക്കാത്തത് പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, വിശദാംശങ്ങൾ. ഉന്മേഷ, ഈ പൗരത്വ ഭേദഗതി വിജ്ഞാപനം നിയമത്തിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങിയതിന് പിന്നാലെ അത് വലിയ രീതിയിൽ സംസ്ഥാന സർക്കാർ എതിർക്കുകയും അത് സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്നുള്ള ഉറപ്പടക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നാലെ ഇക്കാര്യത്തിൽ പ്രതിപക്ഷം ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം ഈ നിയമത്തിനെതിരെ പ്രതിഷേധിച്ച ആളുകൾക്കെതിരെയുള്ള കേസ് പിൻവലിക്കാത്തത് സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ആക്ഷേപം, ഒരു വിമർശനമടക്കം ഉയരുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തരമായി കേസുകൾ പിൻവലിക്കുന്നത് സംബന്ധിച്ച നടപടികൾ സംസ്ഥാന സർക്കാർ വേഗത്തിലാക്കിയത്. ഇത് സംബന്ധിച്ച ഉത്തരവ് ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇതുവരെ സംസ്ഥാനത്ത് പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധിച്ചതിന് 835 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസുകളിൽ അപേക്ഷകളടക്കം പിൻവലിക്കാൻ തീരുമാനിച്ചതിലെല്ലാം നടപടി പൂർത്തിയായെന്ന് ഉറപ്പിക്കണമെന്നും പിൻവലിക്കാൻ അപേക്ഷ ലഭിച്ച മറ്റ് കേസിലും നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ഷഫീദ്, ഇത് നേരത്തെ മുതലുള്ള കേസുകളാണോ അതോ ഇപ്പോൾ അടുത്തിടെ ഉണ്ടായ കേസുകളിലാണോ, അതോ രണ്ടിനും ബാധകമാണോ? രണ്ടിനും ബാധകമാണ്. സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 835 കേസുകളിലും ഈ വിധത്തിൽ, അതായത് വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികൾ ഉറപ്പിക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. കൂടാതെ ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യമായ നിർദ്ദേശം നൽകി കോടതിയിൽ അത് പൂർത്തീകരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ, തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.